ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന BEVA 181 എക്സാമിന് നിങ്ങൾക്ക് OMR ഷീറ്റാണ് ആൻസർ ചെയ്യാൻ വേണ്ടി ലഭിക്കുക. അപ്പോൾ ആ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറാണ്. അത് തെറ്റാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ അക്കത്തിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ താഴെ നിങ്ങളുടെ രേഖപ്പെടുത്തിയ എൻറോൾമെൻറ്റ് നമ്പറിന് ആനുപാതികമായിട്ടുള്ള കോളം നിങ്ങൾ എന്ത് ചെയ്യണം, കറുപ്പിക്കേണ്ടതുണ്ട്. അടുത്തത് വരുന്നത് കോഴ്സ് കോഡാണ്. നമ്മുടെ സെൻറ്ററിൻ്റെ നിങ്ങളുടെ കോഴ്സ് കോഡ്, നിങ്ങളുടെ കോഴ്സിൻ്റെ ഇന്നത്തെ കോഡ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അത് നമ്മളുടെ BEVA 181 എന്നായിരിക്കും. പക്ഷേ ഈ കോഡ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇതിനാനുപാതികമായിട്ട് ഇവിടെ നിങ്ങളുടെ ഈ OMR ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഇന്നത്തെ കോഡ് BEVA 181 ആണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ കോഴ്സ് കോഡ് 511 ആയിരിക്കും. അപ്പോൾ ഈ കോഡാണ്, ഈ 5111 എന്ന് പറയുന്ന കോഡാണ് നിങ്ങളിവിടെ രേഖപ്പെടുത്തേണ്ടത്. 5111 രേഖപ്പെടുത്തുകയും ഇവിടെ 5111 എന്ന് നിങ്ങൾ ഇതിനാനുപാതികമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ അടുത്തത് എക്സാമിനേഷൻ സെൻറ്റർ കോഡാണ്. നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ കോഡ് 83030 ആണ്. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുണ്ട്. ആ സെൻറ്റർ കോഡ് ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെ നമുക്ക് സെൻറ്റർ കോഡ് 5 ഡിജിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ 5 ഡിജിറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയും ബാക്കിയുള്ളത് 6ാമത്തെ കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. ഇവിടെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ആനുപാതികമായിട്ട് ഇവിടെ നിങ്ങൾ അത് കറുപ്പിക്കുക. ഓക്കെ. പിന്നെ അടുത്തത് പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം കോഡിലും തന്നെ നിങ്ങൾ മറുവശത്തേക്ക് മറിച്ചുകൊണ്ട് ഇവിടെ പ്രോഗ്രാം കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ആണോ നിങ്ങളുടെ കോഡ് നോക്കുക. ഇതിലുണ്ടാവില്ല ഇന്നത്തെ കോഡ്. അപ്പോൾ നിങ്ങൾ അതേഴ്സ് 999 ആണ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 999 ഇട്ടിട്ട് ഇവിടെ ഈ 99999 നിങ്ങളത് കറുപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് മന്ത് ആണ് വരുന്നത്. മന്ത് നമുക്ക് ജൂൺ ടേമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഈ മാസം ജൂലൈ ആണ്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, 06/6/2024 നിങ്ങൾ ചെയ്യുകയും അതിനാനുപാതികമായിട്ട് കറുപ്പിക്കുകയും നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, കുട്ടികൾ ആദ്യം ചെയ്യാനുള്ളത്, ഇതിൻ്റെ 2ാമത്തെ ഭാഗത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. പേരും പ്രോഗ്രാം കോഡും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ അനുപാതികമായിട്ട് നോക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം ഇതിൽ ഉറപ്പ് വരുത്തേണ്ടത്, നിങ്ങളുടെ എക്സാം സൂപ്രണ്ടിൻ്റെ പിന്നെ സിഗ്നേച്ചറും അതിൻ്റെ ഡേറ്റും ഉണ്ടായിരിക്കണം. സിഗ്നേച്ചർ വിത്ത് ഡേറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതില്ലാത്ത പക്ഷേ നിങ്ങളുടെ ഷീറ്റ് ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ അതില്ലെങ്കിൽ അവിടുത്തെ ഇൻവിജിലേറ്ററോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു സിഗ്നേച്ചർ വാങ്ങണം. എന്തായാലും എക്സാം സൂപ്രണ്ട് എല്ലാ ഹാളിലൂടെയും വരികയും അത് ചെക്ക് ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. ഇതാണ് ഇവിടെ ഈ കോളത്തിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് അടുത്തത് വരുന്നത് നോക്കൂ, നിങ്ങളുടെ ആൻസർ എഴുതാൻ തുടങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് 3 ആണെങ്കിൽ അല്ലെങ്കിൽ C ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ 3 കറുപ്പിക്കുകയും ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്യുകയും വേണം. അങ്ങനെയാണ് ഓരോ ആൻസറും നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നീലയോ അല്ലെങ്കിൽ കറുപ്പോ ബോൾ പോയിൻ്റ് പേന മാത്രം ഉപയോഗിക്കുക. പെൻസിലോ അല്ലെങ്കിൽ മറ്റ് ജെൽ പേനകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ബോൾ പോയിൻ്റ് പേനകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതുക. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി എഴുതുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ പേപ്പർ മാറ്റിത്തരാൻ യാതൊരു നിർവാഹവും ഉണ്ടാവില്ല. എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൂടുതലും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ തെറ്റ് വരുത്താതിരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു പരീക്ഷാ ദിനം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.